എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 28-ഉം 29-ഉം വാക്യങ്ങൾ. യോഹന്നാൻ 7-ന്റെ 28, 29. ആകയാൽ യേശു ദേവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ, നിങ്ങൾ എന്നെ അറിയുന്നു, ഞാൻ എവിടെ നിന്നെന്നും അറിയുന്നു. ഞാൻ സ്വയമായിട്ട് വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവാനാകുന്നു, അവനെ നിങ്ങൾ അറിയുന്നില്ല. ഞാൻ അവൻ്റെ അടുക്കൽ നിന്ന് വന്നതുകൊണ്ടും അവൻ എന്നെ അയച്ചതുകൊണ്ടും ഞാൻ അവനെ അറിയുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നത് കർത്താവ് തൻ്റെ അറിവിൻ്റെ അനുഭവം വിവരിക്കുന്നതാണ്. പുത്രനെ അറിയുന്നതിലൂടെ മാത്രമാണ് പിതാവാം ദൈവത്തെ അറിയുന്നതെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. ദേവാലയത്തിനുള്ളിലെ യേശുവിൻ്റെ സാന്നിധ്യവും സന്ദേശവും ജനങ്ങളുടെ ഇടയിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉണ്ടാക്കിയത്. ചിലര് യേശു മശിഹ ആണെന്ന് ചിന്തിച്ചു തുടങ്ങിയെങ്കിലും യേശു ആരുടെ മകനാണ് എന്ന് അവർ അറിഞ്ഞിരുന്നത് കൊണ്ട് ആ ചിന്തയൊക്കെ അവർ തള്ളിക്കളഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം യേശു മറിയയുടെയും ജോസഫിൻ്റെയും മകനാണ്. അത്തരം സാധാരണമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നും മശിഹ ആവിർഭവിക്കുന്നതിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. അവർ പറയുന്നു, മശിഹ വരുമ്പോൾ അവൻ എവിടെ നിന്ന് എന്ന് ആരും അറിയില്ല, എന്നാൽ ഇവൻ എവിടെ നിന്ന് നമുക്കറിയാം, അതുകൊണ്ട് ഇവൻ മശിഹ അല്ല. അവരുടെ ചിന്തകളെല്ലാം തിരിച്ചറിഞ്ഞ യേശു തൻ്റെ പ്രഭാഷണത്തിലൂടെ അവരോട് സമ്മതിക്കുന്നതാണ് ഈ ഒരു വേദഭാഗം. പ്രത്യേകിച്ച് 25-ാം വാക്യം മുതൽ 36-ാം വാക്യം വരെ നമുക്കത് കാണാം. ഒന്ന്, അവർ യേശുവിൻ്റെ മാനുഷിക ഉത്ഭവത്തെക്കുറിച്ച് അറിഞ്ഞുവെങ്കിലും തൻ്റെ യഥാർത്ഥ ഉത്ഭവം എവിടെ നിന്ന് എന്ന് അറിയുന്നില്ല എന്ന് യേശു അവരോട് വ്യക്തമാക്കി. യേശുവിൻ്റെ യഥാർത്ഥ ഉത്ഭവം യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ദൈവത്തിൽ നിന്നാണ്. തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുക എന്നത് പിതാവ് ലോകത്തിലെ രക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ദൈവിക പദ്ധതിയാണ്. ഈ ദൈവിക പദ്ധതിയെ തിരിച്ചറിയാത്തത് കൊണ്ടാണ് അവർ യേശുവിനെയും തിരിച്ചറിയാതിരിക്കുന്നത്. പിതാവായ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയെ ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമാണ് ഇന്നും യേശുവിനെ തിരിച്ചറിയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ എന്ന് പറയുമ്പോൾ പിതാവിൻ്റെ ഇഷ്ടം തിരിച്ചറിയുക, ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയെ നന്നായി മനസ്സിലാക്കുക, അതിലൂടെ കർത്താവിനെ അറിയാനും അനുഭവിക്കാനും നമുക്ക് സാധിക്കണം. 2, യേശുവും യേശുവിനെ നിരാകരിക്കുന്ന യഹൂദരും തമ്മിലുള്ള വ്യത്യാസം ഇതുതന്നെയാണ്. യേശു ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു, പക്ഷേ യഹൂദർ വേണ്ടും പോലെ അറിഞ്ഞിട്ടില്ല. തങ്ങൾ ദൈവത്തെ അറിയുന്നവരല്ല എന്ന് ആരെങ്കിലും യഹൂദരോട് പറഞ്ഞാൽ അത് വലിയ ആക്ഷേപവും നാണക്കേടുമായിരുന്നു. താൻ മാത്രം ദൈവത്തെ കണ്ടിരിക്കുന്നുവെന്ന് ഒരാൾ അവകാശപ്പെട്ടാൽ അത് വലിയ ദൈവദൂഷണവുമായിരുന്നു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാകയാൽ തങ്ങൾക്കാണ് ദൈവത്തോട് മറ്റാർക്കുമില്ലാത്ത ബന്ധമുള്ളത് എന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു. ഈ അറിവ് കേവല ചിന്താതലത്തിൽ ഒതുങ്ങിയാൽ പോരാ. ദൈവത്തെ അറിയുകയും ദൈവഹിതത്തെ തിരിച്ചറിയുകയും അങ്ങനെ ദൈവ ഇഷ്ടം ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതുമാണ് ദൈവത്തെ അറിയുന്നതിൻ്റെ തെളിവ്. യേശു മാത്രമാണ് അങ്ങനെ ദൈവഹിതത്തെ തിരിച്ചറിഞ്ഞ് ദൈവ ഇഷ്ടം ചെയ്യുന്നത്. അതുകൊണ്ടാണ് താൻ മാത്രമാണ് പിതാവാം ദൈവത്തെ അറിയുന്നത് എന്ന് യേശു അവകാശപ്പെട്ടത്. മറ്റൊരു കാര്യം, തൻ്റെ ദൗത്യം എവിടേക്കാണ് തന്നെ നയിക്കുന്നതെന്നും യേശു വ്യക്തമാക്കി. തന്നെ അയച്ച പിതാവിൻ്റെ അടുത്തേക്ക് കുറച്ചു കഴിഞ്ഞാൽ യേശു മടങ്ങിപ്പോകും. മറ്റുള്ളവർക്ക് താൻ പോകുന്ന ഇടത്തേക്ക് ഉടനെ വരാൻ കഴിയുകയില്ല. ജനതകളുടെ ഇടയിൽ ചിതറിപ്പാർക്കുന്ന യഹൂദന്മാരുടെ അടുക്കലേക്കാണ്
യേശു പോകുന്നതെന്നാണ് കേൾവിക്കാർ തെറ്റിദ്ധരിച്ചത്. എന്നാൽ താൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് സ്വർഗാരോഹണം ചെയ്യുന്നതിലൂടെയാണ് തൻ്റെ ദൗത്യം പൂർണ്ണമാകുന്നത് എന്ന് യേശു അവരെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. പിതാവിൻ്റെ വലതുഭാഗത്ത് മഹത്വത്തോടെ ഇരിക്കുന്നതിലൂടെയാണ് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യാൻ കർത്താവിന് കഴിയുന്നത്. പിതാവിങ്കലേക്കും സ്വർഗത്തിലേക്കുമുള്ള വഴിയായ യേശുവിനെ നിരാകരിക്കുന്നവർക്ക് ഒരിക്കലും ഈ അനുഭവം ഉണ്ടാകില്ല. അതുകൊണ്ട് കർത്താവിനെ നാം എങ്ങനെയാണ് അറിയുന്നത്? ചരിത്ര പുരുഷനായും ഉന്നത നിലവാരമുള്ള മനുഷ്യനായി മാത്രം യേശുവിനെ അറിഞ്ഞാൽ പോരാ എന്നതാണ് ഇന്ന് നമുക്ക് ലോകത്തോട് പറയാനുള്ള സാക്ഷ്യം. ഏകസത്യദൈവമായ പിതാവിനെയും താൻ അയച്ച പുത്രനെയും നമ്മൾ വിശ്വാസത്തിൽ അറിയുകയും അനുഭവിക്കുകയും ചെയ്യണം. യേശു ദൈവഹിതത്തിൽ തന്നെ പ്രതിഷ്ഠിച്ചതുപോലെ നമുക്ക് ദൈവഹിതാനുസരണം ജീവിക്കാൻ സ്വയം സമർപ്പിക്കാൻ കഴിയണം. ലോകത്തിലേക്ക് അയക്കപ്പെട്ട കർത്താവ് പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമാക്കിയതിലൂടെയാണ് പിതൃസന്നിധിയിൽ മധ്യസ്ഥത ചെയ്യുന്നത്. ദൈവസന്നിധിയിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന നമ്മൾ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് അവിടുത്തെ ഇഷ്ടം ചെയ്യുന്നവരായി മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ യോഗ്യതയുള്ളവരായി തീരണം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയെ ഉള്ളതുപോലെ അറിയുന്നതാണ് ജീവനെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുവല്ലോ. കർത്താവിനെ അറിയാനും അനുഭവിക്കാനും ലോകത്തിന് വേണ്ടി ദൈവമക്കളായി മധ്യസ്ഥത ചെയ്യാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്നിൻ്റെ അനുഗ്രഹം അവിടുത്തെ കൃപയിൽ ഞങ്ങൾക്കെല്ലാവർക്കും പകരണം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെ നന്മയുടെ പുതിയ പന്ഥാവുകളിലൂടെ അവിടുന്ന് നയിക്കണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.